ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ ഈ പുഴയും കടത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് കിടക്കാം. അങ്ങനെ എല്ലാവർക്കും വിനീത് ഡ്രസ്സ് എടുത്തു. വിനീതിന് മാത്രം എടുത്തിട്ടില്ല. മാത്രമല്ല വിനീതിൻ്റെ മുഖത്ത് നല്ല ടെൻഷനുണ്ട്. പൈസ തികയോ എത്തിക്കൊത്തുവോ എന്നൊക്കെയൊരു ടെൻഷനുണ്ട്. മാറ്റി വെച്ചിരുന്ന പല കാശും ഈ ഡ്രസ്സ് എടുക്കുന്ന സമയത്ത് പുള്ളിക്കാരൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ചിലവായില്ലെങ്കിൽ പോലും അത് കയ്യിലിരുന്നോട്ടെ, ആവശ്യം വന്നാലോ എന്ന് കരുതി എടുത്തതാണ്. പക്ഷേ കൂട്ടിവെച്ചിരുന്ന 20 രൂപയുടെയും 10 രൂപയുടെയും നോട്ട് വരെ ഈ കടയിൽ കൊടുക്കേണ്ട ഒരു അവസ്ഥയിലാണ് വന്നിരിക്കുന്നത്. ഇവരാരും എടുത്തല്ല, നമ്മുടെ വിനീത് തന്നെയാണ് ഓരോന്ന് വേണമെന്നും പറഞ്ഞിട്ട് ഇവർക്ക് എല്ലാവർക്കും വേണ്ടി എടുക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. പക്ഷേ വിനീതിൻ്റെ മുഖത്തെ ടെൻഷൻ കണ്ടിട്ട് നെവിനും കാവേരിക്കൊക്കെ കാര്യം മനസ്സിലായി. പൈസ ഞാൻ തരാമെന്നൊക്കെ കാവേരി പറയുന്നുണ്ട്. വിനീതേട്ടൻ്റെ കൂടി ഡ്രസ്സ് എടുക്കണം. വേണ്ട, അത് ഞാൻ പിന്നെ എടുത്തോളാം, ഇപ്പം വേണ്ട, ഞാൻ ഇവനോട് പിന്നെ വന്ന് എടുത്തോളാം. അപ്പോൾ നെവിനും ചോദിക്കുന്നുണ്ട്, പൈസ തികയാതെ വല്ലതും ഉണ്ടോ? ഇല്ലില്ല, തികയും. അങ്ങനെ പൈസ പറഞ്ഞ് ഇങ്ങനെ സാരി 50,000-ൻ്റെയൊക്കെയല്ലേ എടുത്തിരിക്കുന്നത്. പൈസ 2 കെട്ട് നോട്ടുകൾ അവനെടുത്ത് ടേബിളിലേക്ക് വെച്ചു. അതിനുശേഷം ഉണ്ടായിരുന്ന ചെറിയ ചില്ലറ 10-ൻ്റെ 20-ൻ്റെ എണ്ണി പറക്കുകയാണ് കേട്ടോ. കാവേരി അന്തം വിട്ടിങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴും വിനീത് പറയുന്നത്, അത് ഞാൻ കൂട്ടി വെച്ചിരുന്നത് കൊണ്ട് അങ്ങനെ എടുത്തുകൊണ്ട് വന്നോണ്ടാ. ഗംഗയുടെ വിവാഹത്തിന് ഡ്രസ്സ് എടുക്കാനും അതുപോലെ തന്നെ കല്യാണ ചെലവിനൊക്കെ വെച്ചിരുന്ന കാശ് തന്നെയാണിത്. എന്നിട്ട് അവസാനം കടക്കാരൻ പറഞ്ഞ പോലെ 830 രൂപ കുറവുണ്ടല്ലോ, പെട്ടെന്ന് മാറ്റി വെച്ചിരുന്ന ഒരു 1000 രൂപയും കൊണ്ട് ഉണ്ടായിരുന്നു, അതുകൂടി അങ്ങോട്ട് എടുത്ത് കൊടുത്തു കേട്ടോ. താലി മേടിക്കാൻ വെച്ചിരുന്നത് കൂടി എടുത്ത് ഡ്രസ്സ് മേടിക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് കൊണ്ടെത്തിയത്. എന്തായാലും വിനീതിൻ്റെ മുഖത്തെ ഒരു സങ്കടമൊക്കെ ഒന്ന് കാണണം. നമുക്ക് സങ്കടം വരും വിനീതിൻ്റെ മുഖത്തെ ടെൻഷനും സങ്കടമൊക്കെ കാണുമ്പോഴേക്കും. ഇത്രയും പാവമായി പോയല്ലോ വിനീതേട്ടൻ എന്നോർത്ത് കാവേരിയും നിളമോളും ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ വീട്ടിൽ കൊണ്ടുവന്നതെല്ലാം എടുത്ത് എല്ലാവരെയും കാണിക്കുകയാണ് കാവേരിയും നിളയും ചേർന്നിട്ട്. ഗംഗ മുറിയിലായിരുന്നു. പതുക്കെ ഗംഗയും വിളിച്ചു. ഗംഗേ, ദേ ഇങ്ങോട്ട് വന്നേ, നിൻ്റെ കല്യാണ സാരി വന്ന് കണ്ടേ. അപ്പോഴേക്കും ഗംഗ പറഞ്ഞു, നിങ്ങൾ കണ്ടാൽ മതി, ഒന്ന് വന്ന് നോക്കടി, ബാന്നേ. അപ്പോൾ ശാരദയും വിളിച്ചു, രാധമയാട്ടോ വിളിച്ചത്, ബാ വന്ന് നോക്കടീന്ന്. അപ്പോൾ ശാരദയും വിളിച്ചു, ബാ മോളെ ഇങ്ങോട്ടേക്ക്. അങ്ങനെ അമ്മയ്ക്ക് അരികിൽ വന്ന് നിന്നു. അങ്ങനെ കല്യാണ സാരി എടുത്ത് കയ്യിലേക്ക് കൊടുത്തു. നോക്ക് എങ്ങനെയുണ്ട് എന്ന്. കൊള്ളാം എന്ന് ഗംഗ പറഞ്ഞു. ഈ നിറം നിനക്ക് നന്നായി ചേരും. അതുമാത്രമല്ല, ഒരെണ്ണം കൂടിയുണ്ട്. കല്യാണ സാരിയോ? ദാ ഇത് കണ്ടോ എന്ന് പറഞ്ഞ് അടുത്തതും എടുത്ത് കൊടുക്കുകയാണ്. ഇതാണ് ആ സാരി. രണ്ടും ഒരേ വിലയാണ്, 50,000 രൂപ. അയ്യോ, 50,000 രൂപയുടെ സാരിയോ? എന്തിനാടി വെറുതെ കാശ് കളയുന്നത്? പറഞ്ഞിട്ട് കേൾക്കണ്ടേ വിനീതേട്ടൻ, സാരിയൊക്കെ കൊള്ളാം. അപ്പം നീള പറഞ്ഞ് വിനീതേട്ടൻ പിന്നെ ഒരു പാവ, എല്ലാവർക്കും ഡ്രസ്സ് എടുത്തു, വിനീതേട്ടൻ്റെ മാത്രം എടുത്തില്ല. കാശ് തികഞ്ഞില്ല എന്നാണ് തോന്നണത് എന്ന് കാവേരിയും പറഞ്ഞു. പിന്നെ വാങ്ങിച്ചോളാമെന്ന് പറഞ്ഞു. കണ്ടപ്പോൾ ശരിക്കും സങ്കടം തോന്നി അമ്മേ. 10-ൻ്റെ 20-ൻ്റെ നോട്ടൊക്കെ വെച്ചാൽ ബില്ല് കൊടുത്തത്. ഗംഗേച്ചിക്ക് സാരി താലിമാലയൊക്കെ എടുക്കാനായിട്ട് പലപ്പോഴുമായിട്ട് കൂട്ടി വെച്ചതെന്നാണ് പറഞ്ഞേ. രാധമ്മ പറഞ്ഞു, കേട്ടില്ലേ, പല തവണ തള്ളിക്കളഞ്ഞിട്ടും ഗംഗയെ മാത്രമേ കല്യാണം കഴിക്കുള്ളൂ എന്നും പറഞ്ഞ് പിടിവാശി നിന്നവനാ. അവൾക്ക് വേണ്ടി പെറ്റ തള്ളെ വരെ എതിർത്ത് നിൽക്കുക. കല്യാണപ്പെണ്ണിന് വേണ്ട സർവ്വ ചെലവും താൻ ഏറ്റോളാന്നാണ് അവൻ ഇപ്പോഴും പറയണത്. അവനെപ്പോലൊരു ചെറുക്കനെ മഷിയിട്ട് നോക്കിയാൽ കിട്ടുമോ? ഇനി ആരെങ്കിലും അവനെ ഈ വീട്ടിൽ കുറ്റം പറഞ്ഞാൽ അപ്പം അറിയാൻ കാര്യം അപ്പം എന്ന് പറഞ്ഞ് രാധമ്മ കുറച്ച് ദേഷ്യപ്പെട്ടിട്ടാട്ടോ എഴുന്നേറ്റ് അങ്ങ് പോകുന്നത്. നീളപ്പോൾ പറഞ്ഞു, വാ അമ്മേ, വിശക്കുന്നു. യമനെ പറഞ്ഞു, എനിക്കും വിശക്കുന്നുണ്ട്. കാവേരി പറഞ്ഞു, അതെ, നിൻ്റെ വിശപ്പ് അവിടെ നിൽക്കട്ടെ യമനെ. വിനീതേട്ടൻ്റെ പോക്കറ്റ് ഇടിച്ച് ഇവള് കഴിച്ച കുഴിമന്തിയൊക്കെ എവിടെ പോയി? അപ്പം നിള പറഞ്ഞു, അത് കുഴിയിലോട്ട് പോയില്ലേ, പൂടി വണ്ടി എന്ന് പറഞ്ഞ് നിളക്കിട്ടൊരു തട്ടും വെച്ച് കൊടുത്തിട്ട് പതുക്കെ ഫുഡ് എടുക്കാം. ഇവർ പതുക്കെ എഴുന്നേറ്റ് എല്ലാവരും കൂടി അടുക്കളയിലേക്ക് പോവാണ്. പോകുന്ന വഴിക്ക് ശാരദ ഗംഗയോട് പറഞ്ഞു ഇതൊക്കെ എടുത്ത് മടക്കി വെച്ചേക്കാനായിട്ട്. ഗംഗ പതിയെ സാരിയൊക്കെ എടുത്ത് നോക്കുകയാണ്. ഗംഗയ്ക്ക് സന്തോഷമുണ്ട്, എന്നാൽ ഉള്ളിൽ അതിലും വലിയ സങ്കടമുണ്ട് കേട്ടോ വിനീതിനെ ഓർത്തിട്ട്. താൻ വിനീതിനോട് ചെയ്തു പോയ തെറ്റെല്ലാം ഓർത്തിട്ട് അതിനേക്കാളും വലിയ കുറ്റബോധമുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ വിനീതിന് ഫുഡൊക്കെ കൊടുക്കുവാണ് സുജാത. നീ എന്താടാ താമസിച്ചത്? അത് കുറച്ച് ജോലി ഉണ്ടായിരുന്നു. നിന്നെ കടയിൽ കണ്ടില്ലല്ലോ. എന്നെ അന്വേഷിച്ച് അമ്മ കടയിൽ വന്നോ? എന്താ അമ്മേ കാര്യം? ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, അത് കഴിഞ്ഞു. അമ്മ ഓംലേറ്റ് ഉണ്ടോ? അയ്യോടാ, മുട്ട ഇരിപ്പില്ലടാ. എന്തോ? സാധാരണ ആൾക്കാർ കോഴിയെ വളർത്തിയാലേ സ്വന്തം വീട്ടിലല്ലേ മുട്ട ഇടുന്നത്. ഞാൻ കോഴിയെ വളർത്തിയ അത് അയൽവക്കത്തെ വീട്ടിൽ പോയിട്ടാണ് മുട്ട ഇടുന്നത്. കോഴിയുടെ കാര്യത്തിലായാലും മക്കളുടെ കാര്യത്തിലായാലും എൻ്റെ തലവര ഇതാ, ഒന്നിനെ കൊണ്ടും ഒരു പ്രയോജനവും ഇല്ല എന്നൊക്കെ സുജാത പറയുകയാണ്. അപ്പോഴാണ് കവർ ശ്രദ്ധിച്ചത് സുജാത അവിടെ ഇരുന്ന്. കവറെടുത്ത് നോക്കുക. ഇതെന്താടാ ഇത്?
നോക്കിക്കഴിഞ്ഞപ്പോഴേക്ക് സാരി. ഇതേതാണോ സാരി? യോ നല്ല ഭംഗിയുള്ള സാരിയാണല്ലോ, തയ്ക്കാൻ കൊണ്ടുവന്നതാണോടാ? നല്ല വിലയുള്ള സാരിയാണല്ലോ ഇത്. ആ തയ്ക്കാൻ കൊണ്ടുവന്നൊന്നും അല്ല അമ്മേ. പിന്നെ അപ്പോഴേക്കും ഗീതയും വന്നു കേട്ടോ. ചേച്ചി അത് അമ്മയ്ക്കുള്ളതാ. അടുത്ത പാക്കറ്റിലുള്ളത് ഗീതേച്ചിക്കുള്ളതും. എടി കണ്ടോടി ഗീതേ, നിന്നോട് ഞാൻ പറഞ്ഞില്ലേ കാക്ക മറന്നില്ലെന്ന് പറക്കുന്നത്, നീ വിശ്വസിച്ചില്ലല്ലോ. നോക്കിക്കടി എൻ്റെ മോൻ എനിക്കും നിനക്കും മേടിച്ചിരിക്കുന്ന സാരി നോക്കടി. അയ്യോ എടാ നല്ല ഭംഗിയുണ്ടല്ലോടാ. പട്ട് സാരിയൊക്കെ മേടിക്കാൻ എന്താടാ വിശേഷം? കല്യാണത്തിന് മേടിച്ചാണമ്മേ എന്ന് വിനീത് പറഞ്ഞത് ഇവരുടെ മുഖം അങ്ങ് മാറി. കല്യാണോ? ആരുടെ കല്യാണം? അമ്മേൻ്റെ അമ്മ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നത്. എൻ്റെ കല്യാണം? നിൻ്റെ കല്യാണോ? അമ്മേ ഞാനും ഗംഗയായിട്ടുള്ള കല്യാണം. ആ കല്യാണത്തിന് മേടിച്ചതാ. കല്യാണത്തിന് പോകാൻ ഞങ്ങൾക്ക് പുടവ എടുത്തെങ്കിൽ ഈ മഹാറാണിക്കും എടുത്ത് കാണുമല്ലോ. ആ എല്ലാവർക്കും എടുത്തു. കണ്ടോ അമ്മേ, മഹാറാണി കുടുംബത്തെ കൂട്ടിക്കൊണ്ടുപോയി അവർക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ വാങ്ങിച്ചു കൊടുത്തു. അതിൻ്റെ കൂടെ നമുക്കും വാങ്ങിച്ചു 2 ചവറ്. അമ്മേ അങ്ങനെയൊന്നും അല്ല. നടക്കാത്ത കല്യാണത്തിന് എന്തിനാടാ സാരി? ഇന്നാന്നിട്ട സാരി എന്നും പറഞ്ഞൊരൊറ്റ ഏറായിരുന്നു ഈ ഗീത ചോറുണ്ട് കൊണ്ടിരുന്ന വിനീതിൻ്റെ മുഖത്തേക്ക്. പട്ടിക്ക് എല്ലും കഷ്ണം ഇട്ട് കൊടുക്കുന്നത് പോലെ 2 പട്ടുസാരി മേടിച്ചുകൊണ്ട് വന്നാൽ നീ പറയുന്ന നിൻ്റെ ഊളത്തരങ്ങളൊക്കെ ഞങ്ങളങ്ങ് അംഗീകരിക്കുന്നു വിചാരിച്ചോടാ നീ? നടക്കില്ലടാ, നടക്കില്ല. അമ്മയ്ക്കും എനിക്കും കൊക്കിന് ജീവനുള്ളിടത്തോളം കാലം ഈ കല്യാണം നടക്കില്ല. കഴിച്ചു തീരുന്നതിന് മുമ്പ് തന്നെ വിനീത എഴുന്നേറ്റു. ആ സാരി നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, വിലയുള്ളതാണ്, കഷ്ടപ്പെട്ട് അധ്വാനിച്ച് സമ്പാദിച്ച പണം കൊണ്ട് വാങ്ങിച്ചതാണ്. ആരൊക്കെ എതിർത്താലും, എന്തൊക്കെ പറഞ്ഞെതിർത്താലും, എങ്ങനെയൊക്കെ എതിർത്താലും ഈ കല്യാണം നടത്തിയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവനങ്ങ് പോവാണ് കേട്ടോ. ഇവർക്ക് മനസ്സിലായി വിനീതിനെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കാനായിട്ട് സാധിക്കില്ല എന്ന്. എന്തായാലും ഇനി ഗംഗയ്ക്ക് കഷ്ടകാലം തന്നെയായിരിക്കും. എന്തായാലും കല്യാണ വിവരം ജയപാലനെ അറിയിക്കണമല്ലോ. അങ്ങനെ നമ്മുടെ ശാരദ ജയപാലനെ വിളിക്കുകയാണ്. ഇവളോ എന്നൊക്കെ മനസ്സിലോ ഓർത്ത് കോൾ എടുത്തു. എന്താ ശാരദേ? ഹലോ ജയപാലേട്ടാ, ഗംഗയുടെ കല്യാണക്കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. ഒന്നും വിടുന്നില്ല ജയപാലൻ. നാളെ രാവിലെ 10:30-നും 11:30-നും ഇടയ്ക്ക് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ വെച്ച് ഗംഗയുടെയും വിനീതിൻ്റെയും കല്യാണമാണ്. സമയവും സാഹചര്യവും ഒത്തു വന്നാൽ ജയപാലേട്ടൻ വരണം, കല്യാണത്തിൽ പങ്കെടുക്കണം. കല്യാണം കഴിഞ്ഞ് ചെറിയൊരു സദ്യ ഉണ്ട്. ഈ കാര്യം പ്രവീണിയോടും വിശാലിനോടും പറഞ്ഞേക്കണം എന്ന് പറഞ്ഞ് കോളും കട്ട് ചെയ്തു കേട്ടോ. ജയപാലിന് കല്ലി വരുന്നുണ്ട് കേട്ടോ. ദേഷ്യത്തോടു കൂടി സ്റ്റിയറിങ്ങിലൊക്കെ ഇടിക്കുകയോ അടിക്കുകയൊക്കെ ചെയ്യാം. ശാരദ കേട്ടോണ്ട് നിൽക്കുകയായിരുന്നു ഇതൊക്കെ. ശാരദ ഈ ജയപാലിനെ ഫോൺ വിളിച്ച് പറയുന്നതൊക്കെ രാധമ്മ കേട്ടോണ്ട് നിൽക്കുക. രാധമ്മ പറഞ്ഞു, എത്രയൊക്കെ ശത്രുതയാണെങ്കിലും കല്യാണവും മരണമൊക്കെ വരുമ്പോൾ മനുഷ്യന്മാരത് മറക്കില്ലേ? അപ്പോൾ ശാരദ പറഞ്ഞു, എനിക്കെങ്ങനെ മറക്കാൻ പറ്റില്ലാമേ. അയാളാണ് എൻ്റെ ഭർത്താവിൻ്റെ ജീവൻ എടുത്തത്. അയാൾ തന്നെയാണ്. അമ്മയ്ക്ക് മനസ്സിലായില്ലെങ്കിൽ ഇത് കാണ് എന്നും പറഞ്ഞുകൊണ്ട് ആ ഫോട്ടോയ്ക്ക് പുറകിൽ ജയപാലിനെ അരവിന്ദൻ എഴുതി വെച്ചിരുന്നത് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അരവിന്ദേട്ടൻ്റെ അച്ഛനും അയാളുടെ അച്ഛനും നല്ല സുഹൃത്തുക്കളായിരുന്നു എന്ന് പറഞ്ഞു തുടങ്ങുന്നൊരു കഥയുണ്ടല്ലോ. മാത്രമല്ല ആ കഥയിൽ സ്വന്തം മകനേക്കാൾ കൂടുതൽ സ്നേഹം അയാളോടായിരുന്നില്ലേ? ആ കള്ളക്കണ്ണൻ, പാല് കെട്ട് കുടിക്കാൻ വരുന്ന ആ കള്ളക്കണ്ണനുണ്ടല്ലോ, ആ കഥയിലെ കള്ളക്കണ്ണൻ സ്വന്തം മോൻ്റെ ജീവിതമാണ് കൊണ്ടുപോയത്, ജീവനെ കൊണ്ടുപോയത്. ഇനി ആ കള്ളക്കണ്ണനോട് എന്നും പറഞ്ഞിട്ട് സ്നേഹം ബാക്കി നിർത്തരുത്. ഇടയ്ക്കേ ഇതൊന്ന് വായിച്ചു നോക്കിയാൽ മതി. നൊന്ത് പ്രസവിച്ച മകൻ അവസാനമായിട്ട് എഴുതിയതാ. എന്നിട്ട് ആ കള്ളക്കണ്ണൻ്റെ മുഖത്തേക്കൊന്ന് നോക്കണം. അപ്പം ആ അമ്മയുടെ മനസ്സിലെ കല്ലങ്ങടെ ഇറങ്ങിക്കോളും എന്ന് പറഞ്ഞുകൊണ്ട് ആ ഫോട്ടോ കൊടുത്തിട്ടങ്ങ് പോവുക. പിന്നെ നമ്മുടെ ഗംഗ ഇങ്ങനെ ഒറ്റയ്ക്കൊരു സ്ഥലത്ത് ഇങ്ങനെ വന്നിരിക്കുകയാണ്. നിളയും കാവേരിയും യമുനയൊക്കെ കുറേ നോക്കി അകത്ത് കണ്ടില്ല. എന്നിട്ട് അവസാനം നിള കണ്ടുപിടിച്ചു ഗംഗ എവിടെ ഇരിക്കണേന്ന്. ദേ ചേച്ചിമാരെ, ഗംഗേച്ചി ഇവിടെയുണ്ട്. കാവേരി പതുക്കെ വന്നിട്ട്, കല്യാണപ്പെണ്ണ് ഇവിടെ ഇരിക്കുകയാണോ? അകത്തെ റൂമിലൊന്നും കാണാതെ വന്നപ്പം ഞങ്ങൾ വിചാരിച്ച് പെണ്ണ് ഒളിച്ചോടിപ്പോയി കാണുന്നു. ഞാൻ ആരുടെ കൂടെ ഒളിച്ചോടാനാ? അല്ല വിനീതേട്ടൻ്റെ കൂടെ വേണമെങ്കിൽ ഒളിച്ചോടി പോകാമല്ലോ, അതാണല്ലോ ഇപ്പോൾ ഒരു ട്രെൻഡ്. ദേ ഗംഗേച്ചി അങ്ങനെ എങ്ങനെ ഒളിച്ചോടുവാണെങ്കിൽ എനിക്കൊരു എക്സ്ക്ലൂസീവ് വീഡിയോ തന്നെ കേട്ടോ, ഞാനൊന്ന് വൈറലായിക്കോട്ടെ. ഞങ്ങൾ ചോദിച്ചു, നിങ്ങൾക്കിപ്പോൾ എന്താ വേണ്ടേ? കുറച്ച് നേരം സമാധാനമായിട്ട് ഇരിക്കാനാണ് വന്നത്. അതിനുള്ള സമയമൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഗംഗേച്ചിയുടെ കല്യാണമാണ്. ഇനിയിപ്പോൾ പലവിധ തിരക്കായി. ബ്യൂട്ടീഷ്യൻ, ഒരുക്കം, താലികെട്ട്, സദ്യ, മറ്റ് ചടങ്ങുകൾ എല്ലാം ആയില്ലേ? ശരിയാ, ജീവിതത്തിൽ ഓരോന്നിനും ഓരോ സമയമുണ്ട്, സന്തോഷത്തിനും സമാധാനത്തിനും ഒക്കെ. നിരാശയോടുള്ള ഗംഗയുടെ വർത്താനം കേട്ടപ്പോഴേക്കും ഗംഗേച്ചി എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഗംഗേച്ചിക്ക് ഈ കല്യാണം ഇഷ്ടമല്ലേ എന്ന് യമുന ചോദിച്ചു. ഇപ്പോഴെങ്കിലും ആരെങ്കിലും ഒരാളത് ചോദിച്ചല്ലോ. ഗംഗേച്ചി
ഇന്നലെ രാത്രി വരെ നിങ്ങളൊക്കെ തർക്കത്തിലല്ലായിരുന്നോ? ഗംഗേച്ചിക്ക് അതിഷ്ടമാണോ ഇതിഷ്ടമാണോ എന്നൊക്കെ പറഞ്ഞ്. ഗംഗെ എന്ന് ഞാൻ തൊട്ടടുത്തിരിപ്പുണ്ട്. എന്നോട് ഒരു വാക്കെങ്കിലും ചോദിച്ചോ? എൻ്റെ കല്യാണത്തിൻ്റെ കാര്യമല്ലേ നിങ്ങൾ ചർച്ച ചെയ്യുന്നത്? എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമല്ലേ? ഗംഗേച്ചിക്ക് വിനീതേട്ടന് ഇഷ്ടമല്ലാതെങ്കിൽ പറയാറുന്നില്ലേ? ഞാൻ ആരോടാ പറയണ്ടേ? എപ്പോഴാണ് ഞാൻ പറയേണ്ടത്? എന്നോട് ചോദിച്ചിട്ടാണോ ഗംഗയെ വിനീത് കല്യാണം കഴിക്കുന്ന അമ്മ നാട്ടുകാരുടെ മുമ്പിൽ പ്രഖ്യാപിച്ചത്? അച്ഛൻ്റെ ശത്രുവായ ജയപാലങ്കളിനെ തോപ്പിച്ചു എന്നുള്ള ലഹരിയായിരുന്നില്ല അമ്മയ്ക്ക്. ആ അമ്മയ്ക്ക് പ്രഖ്യാപനത്തിലൂടെ കിട്ടിയത് ആ ലഹരിയല്ലേ? ആ അമ്മയുടെ അടുത്ത് ഞാൻ വന്ന് പറയണോ എനിക്ക് കല്യാണം വേണ്ടാന്ന്? ചേച്ചിക്ക് വേണ്ടെങ്കിൽ പറ, ഇപ്പം ഈ ഇവിടെ വെച്ച് നിർത്താം നമുക്ക് ഈ കല്യാണം. എന്നിട്ടോ? എന്നിട്ട് എന്താകും? സാരമില്ല, എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഇങ്ങനെയാണ്. മറ്റുള്ളവർക്ക് തോന്നും മുന്നിൽ ഒരുപാട് വാതിലുകളുണ്ടെന്ന്. പക്ഷേ ഒന്നിൻ്റെ താക്കോല് മാത്രമേ എൻ്റെ കയ്യിലുണ്ടാകൂ. അത് പറഞ്ഞ് ഞാൻ നിലവിളിച്ചാലും ആരും കേൾക്കില്ല. ഇവൾക്ക് ഒരുപാട് ഓപ്ഷൻ ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് നിലവിളിക്കുന്നത് എന്നാകും ചോദ്യം. കയ്യിലുള്ള താക്കോല് ഉപയോഗിക്കാൻ മാത്രമല്ലേ എനിക്ക് നിർവാഹമുള്ളൂ. ഇല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ചവിട്ടി നിറയ്ക്കുന്ന തറ കൂടി ഇടിഞ്ഞ് താഴേക്ക് പോകും. കാവേരിക്കും എനിക്കും മനസ്സിലായില്ല ഇവളുടെ മനസ്സിൽ എന്താണെന്ന് പോലും. എനിക്ക് ഗംഗയ്ക്ക് വിനീതിനെ ഇഷ്ടമല്ലേ? ഈശ്വര, പാവം വിനീത്. ഇനി ഇവളെ കെട്ടിയെടുത്തിട്ട് പാവം അവൾ ചെയ്യുന്ന ക്രൂരതയും കൂടെ അല്ലെങ്കിൽ അവൾ കാണിക്കുന്ന അവഗണനയും കൂടെ സഹിക്കേണ്ടി വരുമെന്തോ. എന്തായാലും കല്യാണ ദിവസമായി എന്ന് തോന്നുന്നു. കാരണം വിനീത് ഡ്രസ്സൊക്കെ ചെയ്യാണ് കേട്ടോ. വിനീത് ഡ്രസ്സ് ചെയ്ത് തലമുടിയൊക്കെ ഇരുന്നത് നോക്കി ഗീത ഇങ്ങനെ കലിപ്പിൽ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇവളെ കല്യാണത്തിന് വിടരുത്, അതാണ് ഈ ഗീതയുടെ ഉദ്ദേശം. ഗീതയുടെയും സുജാതയുടെയും ഒക്കെ ഉദ്ദേശം അത് തന്നെയാണ്. വിനീതിനെ കല്യാണത്തിന് വിടരുത്. അതിന് വേണ്ടിയിട്ട് കൊട്ടക്കലിപ്പിൽ ഇങ്ങനെ നിൽക്കുക. പിന്നെ കാണിക്കുന്നത് രാധമ്മയാണ് കേട്ടോ. രാധമ്മയാണെങ്കിൽ ഒരുങ്ങിയിട്ട് അക്ഷമയായിട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. എന്നിട്ട് അകത്തേക്ക് എത്തി നോക്കുന്നുണ്ട്. അവർ ഒരുങ്ങി വന്നില്ലല്ലോ എന്നെങ്ങാണ്ടാണ് രാധമ്മയുടെ മനസ്സിൽ. രാധമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. യമുന ഓടി വന്നു. എങ്ങനെയുണ്ടെന്ന് നോക്കിയേ. നീ എങ്ങനെ ഇരുന്നാലേ എനിക്കെന്താ? ഗംഗ എവിടെ എന്ന് രാധമ്മ ചോദിച്ചു. അപ്പോഴേക്കും നീള പറഞ്ഞ അയ്യേ ചമ്മി പോയി. ഗംഗ ഇപ്പം വരൂമേ എന്ന് ശാരദ. നീ എവിടെയായിരുന്നു? സാധനങ്ങളൊക്കെ എടുത്ത് വെക്കണ്ടേ? സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു. കല്യാണ പെണ്ണെ കൊണ്ട് സമയത്തിന് ഇറങ്ങണ്ടേടി എന്നൊക്കെ ചോദിക്കുകയാണ് രാധമ്മ. രാധമ്മയുടെ വെപ്രാളമൊക്കെ കണ്ടിട്ട് ശാരദ ചിരിക്കുക. എന്തായാലും കല്യാണ പെണ്ണിനെ ഒരുക്കിക്കൊണ്ട് വന്നു കാവേരി. ഗംഗയ്ക്ക് ഇച്ചിരി വണ്ണം കൂടുതലാണോ എന്നൊരു സംശയം. ഗംഗയ്ക്ക് മാത്രമല്ല, നമ്മുടെ കാവേരിക്കും യമുനയ്ക്കും ഒക്കെ ഒരിച്ചിരി വണ്ണം കൂടുതൽ ആണോ എന്ന്. ബോഡി ഷെയ്മിങ് ഒന്നും അല്ല കേട്ടോ, ഞാൻ വെറുതെ ഒരു ഫാക്റ്റ് പറഞ്ഞതാണ്. അവിടെ നിളമോള് മാത്രമേ ഉള്ളൂ വെലിഞ്ഞിരിക്കുന്നത്. ബാക്കി എല്ലാവരും ആ ഒരു ഇതിലാട്ടോ ഇരിക്കുന്നത്. ഈ കല്യാണ സാരിയും കൂടി എടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഗംഗയ്ക്ക് ഇച്ചിരി വണ്ണം കുറച്ചുകൂടെ കൂടുതലാണോ എന്നൊരു തോന്നൽ. ഗംഗയുടെ മുഖത്ത് വിഷാദഭാവം കണ്ടിട്ട് ഇത് എന്താ കല്യാണത്തിൻ്റെ അന്നിങ്ങനെ? അപ്പോൾ രാധമ്മ പറഞ്ഞു, കല്യാണത്തിൻ്റെ അന്ന് എല്ലാ പെണ്ണുങ്ങൾക്കും ഇങ്ങനെ ഒരു സങ്കടമൊക്കെ കാണുന്നേ. എന്തായാലും അച്ഛനോട് നമുക്ക് യാത്ര പറയാം എന്ന് പറഞ്ഞു വന്നിട്ട് ഗംഗയും ശാരദയും കൂടെ അച്ഛൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ്. കാണുന്നുണ്ടല്ലോ അരവിന്ദേട്ട നമ്മുടെ മോളെ. അരവിന്ദേട്ടനല്ലേ ഇവൾ ഈ വേഷത്തിൽ കാണാനായിട്ട് ഏറ്റവും കൂടുതൽ കൊതിച്ചത്? ദേ നിൽക്കുന്നു നമ്മുടെ മോള്. എങ്ങനെയൊക്കെ നടത്തണമെന്നാണ് ആഗ്രഹിച്ചതാണ് ഗംഗയുടെ കല്യാണം. ഇപ്പം ഒരു കള്ള കല്യാണം പോലെ നടത്തേണ്ട അവസ്ഥയാണ് എന്നൊക്കെ ശാരദ പറഞ്ഞപ്പോഴേക്കും കാവേരി അങ്ങോട്ടേക്ക് ചെന്നു. മതിയമ്മേ, ബാക്കി തിരിച്ചു വന്നിട്ട് പറയാം. ഇപ്പം ഫുൾ സെൻറ്റിമെൻറ്റ്സും പറഞ്ഞാൽ കരഞ്ഞ് കല്യാണ പെണ്ണിൻ്റെ കൺമഷി പോകും. പിന്നെ വീണ്ടും ഒരുങ്ങാൻ നിൽക്കണേ. അത് വേണോ അച്ഛാ എന്ന് കാവേരി ഇങ്ങനെ അച്ഛൻ്റെ ഫോട്ടോയിൽ നോക്കി ചോദിക്കുകയാണ്. രാധമ്മ മനസ്സിൽ പ്രാർത്ഥിക്കുകയാണ്, ഗംഗയുടെയും വിനീതിൻ്റെയും കല്യാണം തടസ്സങ്ങളൊന്നുമില്ലാതെ നടക്കണം, അതിന് നീ കാവലായിട്ടുണ്ടാകണമെന്ന്. എന്നിട്ട് ഇവർ പടിയിറങ്ങാണ് കേട്ടോ. പക്ഷേ അവിടെ ഇറങ്ങി തീർന്നില്ല. ഇവരിറങ്ങിയില്ല. അതിനു മുമ്പ് അവിടെ കത്തിച്ച് വെച്ചിരുന്ന വിളക്കങ്ങട് കെട്ടു. നാളത്തെ എപ്പിസോഡിനകത്ത് എന്താണെന്ന് പോലും കാണിച്ചില്ല. അതിനു മുമ്പ് തീരുകയും ചെയ്തു. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട. സീ യു അഗെയിൻ. താങ്ക് യു.